Welcome to the next lecture, Theorem 6.10. Suppose f is bounded on closed interval AB and f has finitely many points of discontinuity on closed interval AB. And also assume that alpha is continuous at every point at which f is discontinuous, then f belongs to R of alpha. Okay, this proof is a bit lengthy, but it's very easy to understand. So just go through the statement once again and then we'll go to the proof. So it is given that the function f is bounded on closed interval AB. Okay, so we have a bounded function on closed interval AB. Okay, but not given that f is continuous. Please note that it is not given that f is continuous. Now, second statement, f has finitely many points of discontinuity on AB. അപ്പോൾ A closed interval ABയിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ 1 2 3 4 എത്രയോ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ എഫ് എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഏതൊക്കെ പോയിന്റുകളിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണോ ആ പോയിന്റുകളിലൊക്കെ ആൽഫ എന്ന ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫ ഓൾറെഡി എന്താണ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് മോണോട്ടോണിക് ഫംഗ്ഷൻ നമുക്കറിയാം. ഏതൊക്കെ പോയിന്റുകളിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണോ ആ പോയിന്റിലൊക്കെ ആൽഫ എന്താണ് കണ്ടിന്യൂസ് ആണ് നമുക്ക് തന്നിട്ടുമുണ്ട്. സോ എഫ് ഇസ് ബൗണ്ടഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, എഫ് has finitely many points of discontinuity on AB and alpha is continuous at every point at which f is discontinuous. ഈ ഇങ്ങനെയാണെങ്കിൽ എഫ് എന്താണ് എഫ് ഇസ് റീമൻ സ്റ്റെൽജിയസ് ഇൻറ്റഗ്രബിൾ ആണ് എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, so now we'll go move to the proof. So let epsilon greater than 0 be given. Now put m is equal to supreme of mod f of x. നമുക്കൊരു m കൊടുക്കാൻ പറ്റും കാരണം given that f is bounded. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ക്യാപിറ്റൽ എം ഉണ്ടാവും അങ്ങനെ. ഓക്കെ, സോ ഒരു പോസിറ്റീവ് എപ്സിലോൺ കൺസിഡർ ചെയ്യുക. ലെറ്റ് ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു സുപ്രീം ഓഫ് മോഡ് എഫ് ഓഫ് എക്സ്. ഇനി അടുത്ത സെറ്റ് നോക്കുക. ലെറ്റ് ഇ, ഓക്കെ ദിസ് വൺ, ലെറ്റ് ഇ ബി ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ്, സെറ്റ് ഓഫ് വാട്ട്, ഇറ്റ് ഇസ് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് അറ്റ് വിച്ച് എഫ് ഇസ് ഡിസ്കണ്ടിന്യൂസ്. സോ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഏതൊക്കെ പോയിൻറ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത്. ആ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റുകളുടെ മാത്രം കളക്ഷനാണ് ഇ. സോ ഇ കണ്ടെയ്ൻസ് സം പോയിൻറ്റ്സ് and at that points f will be discontinuous. Okay, now since e is finite and alpha is continuous at every point of e, we can cover e by finitely many disjoint intervals uj vj contained in ab. ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവർ പറയുന്നത്രയേ ഉള്ളൂ. സപ്പോസ് ഇതാണ് എ ബി എന്ന് വിചാരിക്കുക. എ ബി എന്നുള്ള ഈ ഒരു ഇൻ്റർവൽ സപ്പോസ് 2 പോയിൻറ്റിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് വിചാരിക്കൂ. 2 പോയിൻറ്റിൽ മാത്രം. ഇവർ പറയുന്നത് നോക്കി, സിൻസ് ഇ ഈസ് ഫൈനൈറ്റ് നമുക്കറിയാം. ഇപ്പോൾ ഈ കേസിൽ 2 പോയിൻ്റ് എടുത്തേക്കുന്നത്. ആൽഫ ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിൻ്റ് ഓഫ് ഇ. അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ള ഈ 2 പോയിൻറ്റിൽ ആൽഫ എന്താണ്, ആൽഫ തൽക്കാലം കണ്ടിന്യൂസ് ആണ്. ഓക്കെ ഫൈൻ. Then we can cover E by finitely many disjoint intervals, closed intervals uj vj contained in AB. ഒരു പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഈ എന്നുള്ള സെറ്റിൽ നമുക്ക് 2 പോയിൻ്റ് എടുത്തല്ലോ. ഈ 2 പോയിൻറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, 2 കുഞ്ഞ് ഇൻ്റർവൽസ് വെച്ച് കവർ ചെയ്യാൻ പറ്റും. ശരിയാണ്, നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ഒരു ഇൻ്റർവൽ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് പോയിൻറ്റിനെ കവർ ചെയ്യാനായിട്ടൊരു ഇൻ്റർവൽ എടുത്തു, ചെറിയ ഇൻ്റർവൽ. അടുത്ത് കവർ ചെയ്യാനുള്ള ഇൻ്റർവൽ എടുത്തു. ഈ ഇൻ്റർവൽ നോക്കുക, നമുക്ക് എത്ര വേണമെങ്കിലും ചെറുതാക്കാം. നമുക്ക് ഓരോ പോയിൻറ്റുകളെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവൽസ് ആണ് എന്ത്, യു ജെ വി ജെ. ഇപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഒന്നാമത്തെ ഇൻ്റർവൽ ആയിരിക്കും എന്ത്, u1 v1. അടുത്ത എന്തായിരിക്കും, u2 v2. ഈ u1 v1 എന്നുള്ള ഈ ഒരു ഇൻ്റർവൽ എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ പറ്റും. എത്ര u2 v2 അതുപോലെ എത്ര വേണമെങ്കിലും അത് ചെറുതാക്കാൻ പറ്റും. സച്ച് ദാറ്റ് എന്ത് വേണം, രണ്ടും ഇവിടെ ക്ലോസ് ഒരു എബിക്ക് അകത്ത് കിടക്കുന്ന പോലെ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത്, അതായത് നമ്മൾ കണ്ടെയ്ൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് u1ലേക്കും v1ലേക്കുള്ള ദൂരം എത്ര വേണമെങ്കിലും ചെറുതാക്കാം. നമുക്കറിയാമല്ലോ എപ്സിലോൺ ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും. ഓക്കെ, കാരണം ജസ്റ്റ് കവർ ചെയ്യുക എന്ന ഉദ്ദേശം മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് എത്ര വേണം ചെറുതാക്കാൻ പറ്റുന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വയ്ക്കാം. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ എന്നുള്ള സെറ്റിലെ പോയിൻറ്റുകളെ നമ്മൾ യു ജെ വി ജെ എന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽസ് വെച്ചാണ് കേട്ടോ. സോ നമ്മൾ യു ജെ വി ജെ വെച്ച് കവർ ചെയ്യുന്ന സച്ച് ദാറ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ u1 v1, ക്ലോസ്ഡ് ഇൻ്റർവൽ u2 v2 എല്ലാം ഇവിടെ ഉണ്ടാവണം. എ ബി എന്ന് പറഞ്ഞ് നമ്മുടെ ഹോൾ ഇൻ്റർവലിൻ്റെ അകത്ത് ഉണ്ടാവണം എന്നാണ് പറഞ്ഞേക്കണേ. ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, സച്ച് ദാറ്റ് ദ സം ഓഫ് ദ കറസ്പോണ്ടിങ് ഡിഫറൻസസ് ആൽഫ വി ജെ മൈനസ് ആൽഫ യു ജെ ഇസ് ലെസ് ദാൻ എപ്സിലോൺ. കണ്ടോ, അപ്പോൾ അവർ പറയുന്ന കണ്ടീഷൻ നോക്കൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ ഇവിടെ ഒരു എ മാർക്ക് ചെയ്തായിരുന്നു, ഒരു ബി മാർക്ക് ചെയ്തിരുന്നു, 2 പോയിൻറ്റുകൾ കൺസിഡർ ചെയ്തായിരുന്നു. ഈ 2 പോയിൻറ്റുകളെ നമ്മൾ കവർ ചെയ്യാനായിട്ട് u1 v1ഉം u2 v2 എടുത്തിരുന്നു. എങ്ങനെയാണ് അവർ u1 v1 u2 v2 എടുത്തിരിക്കുന്നത്,
ഇതൊക്കെ എ ബിയിലുള്ള പോയിന്റുകളാണ്. സോ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, നമുക്ക് ആൽഫ എന്നുള്ള നമ്മുടെ മോണോട്ടോണിക് ഫംഗ്ഷനും ഈ എ ബിയിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ u1 v1 ഇത് u2 v2 ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ഈ പോയിന്റുകൾക്കൊക്കെ ആൽഫ ഇമേജ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആൽഫ ഓഫ് u1 എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ആയിരിക്കും എവിടെ, നമ്മുടെ z ആക്സിസിലാണ് വരുന്നുണ്ടാവുക മാത്രം. അതുപോലെ തന്നെ ആൽഫ ഓഫ് v1 ഒരു പോയിന്റ് ആയിരിക്കും. സിമിലർലി ആൽഫ ഓഫ് u2 ആൻഡ് ആൽഫ ഓഫ് v2. അപ്പോൾ വി ഹാവ് ടു കൺസിഡർ ഇത് മോണോട്ടോണിക്കൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ നമുക്കറിയാം. ഇൻക്രീസിങ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൽഫ ഓഫ് u1 വലുതായിരിക്കും ആൽഫ v1. സോ ആൽഫ u1 മൈനസ് ആൽഫ u1 ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ആൽഫ v2 മൈനസ് ആൽഫ u2 വേറൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. നമുക്ക് ഇതിൻ്റെയൊക്കെ സം, അതായത് ആൽഫ v2 മൈനസ് ആൽഫ u2 പ്ലസ് ആൽഫ v1 പ്ലസ് ആൽഫ u1 പ്ലസ് ഇപ്പോൾ 2 പോയിന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ 2 സം കിട്ടും. ഈ സമ്മുകളൊക്കെ എന്താണെന്ന് പറയുന്നത്, ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് സപ്പോസ് ഇത് 2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ആൽഫ ഓഫ് v1 മൈനസ് ആൽഫ ഓഫ് u1 എപ്സിലോൺ ബൈ 2 ചെറുതായിരിക്കണം. ആൽഫ ഓഫ് v2 മൈനസ് ആൽഫ ഓഫ് u2 വീണ്ടും എപ്സിലോൺ ബൈ 2 ചെറുതാണ് വിചാരിക്കുക. അങ്ങനെ രണ്ടും കൂടി സം ചെയ്ത് എന്ത് കിട്ടും, ലെസ് ദാൻ എപ്സിലോൺ കിട്ടുമല്ലോ. അത് നമുക്ക് ആക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്നേ ഉള്ളൂ, ഈ u1 v1 u2 v2 അത്ര നമ്മുടെ പോയിന്റുകളോട് അത്രയും ക്ലോസ് ആക്കി എടുക്കണമെന്ന് മാത്രം. ഏതൊക്കെ പോയിന്റുകളിലാണോ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള, എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ പോയിന്റിലോട് വളരെ ക്ലോസ് ആയിട്ട് u1 v1 u2 v2 എടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചോളും, നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഇമേജ് പോയിന്റുകൾ ആൽഫ ഓഫ് u1 ആൽഫ ഓഫ് v1 ആൽഫ ഓഫ് u2 ആൽഫ ഓഫ് v2. നമ്മുടെ അടുത്ത കേസിൽ 2 പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ 2 പോയിന്റുകളുടെ കാര്യം മാത്രം പറയണത്. അപ്പോൾ എന്ത് കിട്ടും, ആൽഫ v2 മൈനസ് ആൽഫ u2 കിട്ടും, ആൽഫ v1 മൈനസ് ആൽഫ u1 കിട്ടും. ഈ ഡിഫറൻസ് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഉറപ്പായിട്ട് എന്താണെന്ന് പറയണത്, എപ്സിലോണേക്കാളും താഴെ വരണം എന്നാണ് പറഞ്ഞത്. അത് എന്തായാലും നമുക്കത് ചെയ്യാൻ പറ്റും, അത് പോസിബിൾ ആണ്. ഓക്കെ, ഫർദർമോർ ഇനി ചെറിയൊരു കൺസ്ട്രക്ഷൻ മോഡിലാണ് കാര്യങ്ങൾ പോകുന്നത്, നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് എന്തുണ്ട്, സം ഓഫ് ആൽഫ വി ജെ മൈനസ് ആൽഫ യു ജെ ലെസ് ദാൻ എപ്സിലോൺ ആണ്. എന്താണ് യു ജെയും വി ജെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊക്കെ പോയിന്റുകളിലാണോ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ആ പോയിന്റുകളൊക്കെ നമ്മൾ കവർ ചെയ്യുന്ന ചെറിയ ഇൻ്റർവെൽസ് ആണ് യു ജെ വി ജെ. ഓക്കെ, ചെറിയ ഇൻ്റർവെൽസ്, ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി നമ്മൾ നോക്കൂ, ഫർദർമോർ വി ക്യാൻ പ്ലേസ് ദീസ് ഇൻ്റർവെൽസ് ഇൻ സച്ച് എ വേ ദാറ്റ് എവറി പോയിന്റ് ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എ ബി lies in the interior of some closed interval UJVG. അപ്പോൾ അടുത്ത് പറയുന്നത് നോക്കുക, നമ്മൾ ഈ ഇൻ്റർവെൽസ് എങ്ങനെയാണ് കിടക്കുന്നതും കൂടെ ഒരു പ്രത്യേക ഒരു രീതിയിൽ അവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, എവറി പോയിന്റ് ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ എ ബി ആണ്. പക്ഷേ എൻ പോയിൻറ്റ്സ് ഒഴിച്ച്, ക്ലോസ് ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവലിൻ്റെ എൻ പോയിൻറ്റ്സ് ഒഴിച്ചുള്ള ഭാഗത്ത് വരുന്ന നമ്മുടെ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റുകൾ. കാരണം ഇ എന്ന് പറഞ്ഞപ്പോൾ സെറ്റ് ചെയ്താൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് അറ്റ് എഫ് ഇസ് ഡിസ്കണ്ടിന്യൂസ്. എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ് ഇയിൽ വരുന്നത്. ആ പോയിൻ്റൊക്കെ എ ബി എന്നുള്ള ഇൻ്റർവെല്ലായിരിക്കും. പക്ഷേ ഓപ്പൺ എ ബിയുടെ അകത്ത് വരുന്ന എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇഫ് എയിലും ബിയിലും ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം കൺസിഡർ ചെയ്യുന്നില്ല. എയും ബിയും മാറ്റി നിർത്തിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ 2 പോയിൻ്റ് ഉണ്ടെങ്കിൽ ഈ 2 പോയിൻ്റ് എവിടെ വരും, ഈ പറഞ്ഞ സെറ്റിൽ വരും. അങ്ങനെയുള്ള പോയിന്റുകളുടെ കാര്യം പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് നോക്കൂ, ഈ എവറി പോയിന്റ് ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ ബി ലൈസ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് സം ക്ലോസ്ഡ് ഇൻ്റർവൽ യു ജെ വി ജെ. അപ്പോൾ നമ്മളുണ്ടോ നമ്മളിങ്ങനെ ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 പോയിൻ്റാണ് ഈ ഓപ്പൺ ഇൻ്റർവൽ എ ബിക്കകത്ത് എഫ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിൻ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ 2 ക്ലോസ്ഡ് ഇൻ്റർവൽസ് ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിലായിട്ട് പ്ലേസ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ ഈ ഇൻ്റർവൽസിൻ്റെ ഈ യു ജെ വി ജിയും പ്ലേസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്ത് വിചാരിക്കുക, 2 പോയിൻ്റ് ഉണ്ട്, ആ 2 പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്തു, യു ജെ വി ജിയുടെ അകത്ത് നമ്മൾ കൊണ്ടുവച്ചു. ഇനി വായിച്ചു നോക്കൂ, റിമൂവ് ദ സെഗ്മെൻറ്റ്സ് ഓപ്പൺ ഇൻ്റർവൽ യു ജെ വി ജെ ഫ്രം എ ബി, ദ റിമൈനിങ് സെറ്റ് ഇസ് കോമ്പാക്ട് സെറ്റ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യണമെന്ന് നോക്കൂ. ഇങ്ങനെ നമ്മൾ 2 പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2 പോയിന്റ് ശരിക്കും എൻ പോയിൻറ്റ്സ് ഉണ്ട്, ബിക്കോസ് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എനി എൻ വേറെ ഈസ് എ ഫൈനൈറ്റ് നമ്പർ. അപ്പോൾ ഇങ്ങനെ വെച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ യു ജെ വി ജെ എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ നമുക്കിത് ഇത് u1, ഇത് v1, ഇത് u2, ഇത് v2 ആണ്. നമ്മൾ ഇതിൻ്റെ അകത്തിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ u1 v1 ക്ലോസ്ഡ് ഇൻ്റർവൽ u2 v2ൻ്റെ അകത്ത് നിന്ന് ആ ഓപ്പൺ ഇൻ്റർവൽ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇനി നമുക്ക് ഈ u1, ഇപ്പോൾ ഇത് a1 മുതൽ
എ മുതൽ U1 വരെ ഉണ്ടാവും ഇൻക്ലൂഡിങ് U1. പിന്നെ U1 മുതൽ V1 വരെയുള്ള ഭാഗം നമ്മൾ കളയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ U2 ഓപ്പൺ ഇൻ്റർവലാണ് കളയണത്. ഓപ്പൺ ഇൻ്റർവൽ U1 V1 ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ഡിലീറ്റ് ചെയ്ത് കളയണത്. സിമിലർലി U2 V2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, U2 മുതൽ V2 വരെയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ കളയുവാണ്. പക്ഷേ U2ഉം V2ഉം അവിടെ ഉണ്ടാവും. സോ ബാക്കി നമുക്ക് എന്താ കിട്ടുക, ബാക്കി നമുക്ക് ഒരു നോക്കിയേ, ഒരു ക്ലോസ് ഇൻ്റർവൽ A U1 യൂണിയൻ പിന്നെ V1 U2 യൂണിയൻ ഇത് കിട്ടും V2 B. ഇങ്ങനെ നമുക്കത് ഒരു 3 ക്ലോസ് ഇൻ്റർവലിൻ്റെ യൂണിയനായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഇൻ്റർവൽ എ ബിനെ നമുക്ക് എന്ത് എഴുതാം, മാറ്റാം. കാരണം നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ഓപ്പണാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റി കളഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, ഇത് എന്ന് പറയുന്നത് എന്താ, ക്ലോസ് ഇൻ്റർവൽ എ ബി ആയിരുന്നു. അതൊരു ക്ലോസ് ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ അതെന്തായിരുന്നു, കോമ്പാക്ട് സെറ്റ് ആയിരുന്നു. നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ ഇത് കിട്ടിയത് എന്താ, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് അല്ലേ, അതിൽ നിന്ന് നമുക്കതൊരു 3 ക്ലോസ്ഡ് ഇൻ്റർവൽസിൻ്റെ യൂണിയൻ. സോ ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ആണ് AU1 യൂണിയൻ V1 U2 യൂണിയൻ V2 B. 3 ക്ലോസ് ഇൻ്റർവലുകളുണ്ട്. ഈ 3 ക്ലോസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ 3ഉം ക്ലോസ്ഡ് ആയതുകൊണ്ട് ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ആണത്. സോ ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ് സെറ്റ്സ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, പക്ഷേ ഇത് ഒരു കോമ്പാക്ട് സെറ്റിൻ്റെ സബ്സെറ്റാണ്. ബിക്കോസ് ക്ലോസ് ഇൻ്റർവൽ AB എന്താണ്, ഒരു കോമ്പാക്ട് സെറ്റാണ് നമുക്കറിയാം. അപ്പോൾ ഇതൊരു കോമ്പാക്ട് സെറ്റായിട്ടുള്ള ക്ലോസ് ഇൻ്റർവൽ സബ്സെറ്റ് ആകുമ്പോൾ ക്ലോസ് സബ്സെറ്റ്സ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് എന്താണ്, കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ള ഈ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ഫോം എന്താണത്, ഇതൊരു കോമ്പാക്ട് സെറ്റാണ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ റിമൂവ് ദ സെഗ്മെൻറ്റ്സ് നമ്മൾ ഇവിടെയാണ് വായിക്കുന്നത് കേട്ടോ, ഇവിടെ നിന്ന്. സോ റിമൂവ് ദ സെഗ്മെൻറ്റ്സ് UJ VJ ഫ്രം ക്ലോസ് ഇൻ്റർവൽ AB, ദ റിമൈനിങ് സെറ്റ് K is compact. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നോ, അടുത്തത് FS കണ്ടിന്യൂസ് ഓൺ K. ശരിയാണ്, K എന്ന് പറഞ്ഞ സെറ്റിൽ F കണ്ടിന്യൂസ്. കാരണം എന്താ, F ഏതൊക്കെ പോയിന്റുകളിലാണോ ഡിസ്കണ്ടിന്യൂസ് ആയിരുന്നത് ആ പോയിന്റുകൾ മാത്രമല്ല, ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ചെറിയ ഓപ്പൺ നെയ്ബേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ABയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ പോയിന്റ്സും F കണ്ടിന്യൂസ് ആണ്. സോ F is continuous on K. സിൻസ് K കോമ്പാക്റ്റും ആണ്. സിൻസ് K is compact, F is uniformly continuous on K. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളൊരു തിയറമാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ കോമ്പാക്ട് സെറ്റ് is uniformly continuous. So now we have a compact set K, and since F is continuous on K, F will be uniformly continuous. So since F is uniformly continuous, നമുക്കതിൻ്റെ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം there exists delta greater than 0 such that mod f of s minus f of t is less than epsilon whenever mod s minus t is less than delta for AD s, t belong to K. അപ്പോൾ കെയിലുള്ള ഏത് രണ്ട് എസും ടിയും കൺസിഡർ ചെയ്യുക, എസും ടിയും തമ്മിൽ ദൂരം ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും ബൈ ദ ഡെഫിനിഷൻ ഓഫ് യൂണിഫോം കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓൺ കെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളൊരു പുതിയൊരു പാർട്ടീഷൻ കൺസിഡർ ചെയ്യണം. നമുക്ക് കാണിക്കേണ്ടത് എന്താ, എഫ് എന്നുള്ള ഫംഗ്ഷൻ റീമാൻ സ്റ്റിൽസ് ഇൻ്റർവൽ ആണെന്ന് കാണിക്കണം. സോ നമുക്ക് എന്ത് വേണം, AB എന്നുള്ള നമ്മുടെ ഇൻ്റർവൽ ഒരു പ്രത്യേക രീതിയിൽ പാർട്ടീഷൻ എടുക്കണം. നമുക്ക് വേണ്ടത് നമുക്ക് എഫ് എന്നുള്ള ഫംഗ്ഷൻ റീമാൻ സ്റ്റിൽസ് ഇൻ്റർവൽ ആണെന്ന് കാണിക്കാൻ വേണ്ടത് എന്താ, വി നീഡ് എ പാർട്ടീഷൻ P such that UPF alpha minus LPF alpha is less than epsilon. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. സോ നമ്മൾ ഇനി അങ്ങനെ ഒരു പാർട്ടീഷൻ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ദർ എക്സിസ്റ്റ് എ പാർട്ടീഷൻ P എന്ന് പറഞ്ഞാൽ now we have to construct such a partition. So form a partition P of AB as follows. നോക്കാം, now this is very important. ഈ പാർട്ടീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുന്നേ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തേക്കുന്നത്, ക്ലോസ് ലെവൽ ABയിൽ ഏതൊക്കെ പോയിന്റുകളിലാണോ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരുന്നത് ആ പോയിന്റുകളൊക്കെ നമ്മൾ തിരഞ്ഞു പിടിച്ചു, E എന്നുള്ള സെറ്റിലിട്ടു. എന്നിട്ട് ഈ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ലെവൽ AB എന്നുള്ള ആ ഒരു സെറ്റിൻ്റെ അകത്ത് വരുന്ന പോയിന്റുകളൊക്കെ, അതായത് ആ പോയിന്റ്, അതായത് ഓപ്പൺ ലെവൽ ABയുടെ ക്ലോസ് ലെവൽ ABയുടെ എൻ പോയിന്റ്സ് ഒഴിച്ച് ഇടയിലുള്ള ഏതൊക്കെ പോയിന്റിലായിരുന്നു എഫ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വന്നിരുന്നത് ആ പോയിന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ചെറിയ ഇൻ്റർവൽസ് വെച്ച് കവർ ചെയ്തു. ആ ഇൻ്റർവൽസിനെ മാർക്ക് ചെയ്ത് നമ്മൾ UJ VJ എന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. എന്ത് പ്രോപ്പർട്ടി എങ്ങനെയാണ് ഇപ്പോൾ നമ്മളത് കവർ ചെയ്തിരുന്നത്, such that we had covered those points with intervals UJ VJ such that summation of alpha of VJ minus alpha of UJ എന്തായിരുന്നു, ലെസ് ദാൻ എപ്സിലോൺ ആയിരുന്നു. ഓക്കെ, ആൽഫ VJ മൈനസ് ആൽഫ യുവിൻ്റെ സമ്മ ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ആ പോയിന്റുകളൊക്കെ നമ്മൾ കവർ ചെയ്തിരുന്നത്. ഇനി നോക്കുക, ഫോം എ പാർട്ടീഷൻ P of AB as follows. Each UJ occurs in P എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച പോലെ ഒന്ന് കൺസിഡർ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, സോ വി ഹാവ് A B, നമുക്ക് രണ്ട് പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ രണ്ട് ചെറിയ ഇൻ്റർവൽസ് വെച്ച് നമ്മൾ
കവർ ചെയ്തിരുന്നു അല്ലേ. സോ വി ഹാവ് ഇങ്ങനെ രണ്ട് കവേഴ്സ് ഉണ്ടായിരുന്നു. ഈ പോയിൻറ്റ് U1 ആയിരുന്നു, ഈ പോയിൻറ്റ് V1 ആയിരുന്നു, ഇത് U2 ആയിരുന്നു, ഇത് V2 ആയിരുന്നു. നോക്കൂ, ഈച്ച് UG occurs in P എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറേ ഇൻ്റർവെൽ നമ്മൾ എന്ത് ചെയ്തു, പാർട്ടീഷൻ പോയിൻറ്റ്സ് ഉണ്ടല്ലോ. സോ ഈ U1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോയിൻറ്റ്, ഇത് ഒരു പാർട്ടീഷൻ പോയിൻ്റ് ഏതെങ്കിലും ഒരു XI ആയിരിക്കും. നമുക്ക് X0, X1 ഉണ്ടാവുമല്ലോ. സോ അതിൽ ഒരു പോയിൻ്റ് ആയിരിക്കും എന്ത്, U1. ഇതുപോലെ V1 ഒരു പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ U1സും എല്ലാ V1സും പോയിൻ്റ് ആയിരിക്കും. ഇതൊക്കെ പാർട്ടീഷൻ പോയിൻറ്റ്സ് ആണ്. ഈ മൂന്നാമത്തെ കണ്ടീഷൻ നോക്കി, നോ പോയിൻ്റ് ഓഫ് എനി സെഗ്മെൻറ്റ് UJ VJ occurs in P. ഈ U1ൻ്റെയും V1ൻ്റെയും ഇടയിലുള്ള ഒരു പോയിൻ്റ് പോലും നമ്മുടെ പാർട്ടീഷൻ പോയിൻ്റ് ആവില്ല. ഇങ്ങനെയാണ് നമ്മൾ പുതിയ പാർട്ടീഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. U1 എല്ലാ UIസും പാർട്ടീഷൻ പോയിൻറ്റ്സ് ആണ്, എല്ലാ VIസും പാർട്ടീഷൻ പോയിൻറ്റ്സ് ആണ്. UJ UI VI അല്ലെങ്കിൽ UJ VJ എന്നുള്ള ഓപ്പൺ ഇൻ്റർവെൽ, ഓപ്പൺ സെഗ്മെൻ്റ് ആകാത്ത ഒരു പോയിൻ്റ് പോലും എന്താവില്ല, പാർട്ടീഷൻ പോയിൻ്റ് ആവില്ല. ഇനി അടുത്ത കാര്യം പറഞ്ഞാൽ എന്താ, ഇഫ് Xi-1 ഇസ് നോട്ട് ഈക്വൽ ടു UJ ഫോർ എനി J. ഓക്കെ, ഇനിയിപ്പോൾ നോക്ക്, ഇത്രയും പോയിൻ്റൊക്കെ എന്തായാലും പാർട്ടീഷൻ പോയിൻ്റായിട്ട് വേണം. ഇനി ഏതെങ്കിലും സപ്പോസ് ഈ UJ അല്ലാത്തൊരു പോയിൻ്റ്, സപ്പോസ് ഇതൊരു പാർട്ടീഷൻ പോയിൻ്റ് ആണെന്ന് വിചാരിക്കൂ, പാർട്ടീഷൻ പോയിൻ്റാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പോയിൻ്റ് എന്തല്ല, UJ അല്ല VJ അല്ല. അപ്പോൾ UJ ആണെങ്കിലാണ് പിന്നെ VJയുടെ കാര്യം പറയേണ്ടതുള്ളൂ. സോ എടുത്ത പോയിൻ്റ് UJ അല്ലെന്ന് വിചാരിക്കുക. ഇതൊരു പാർട്ടീഷൻ പോയിൻ്റ് ആണെങ്കിൽ ഇത് പറയുകയാണ്, അടുത്ത പാർട്ടീഷൻ പോയിൻ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം സച്ച് ദാറ്റ് ദിസ് ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ ഡെൽറ്റ. സോ ഇഫ് Xi-1 UJ അല്ലെങ്കിൽ Xi എന്തായിരിക്കണം, അടുത്ത പാർട്ടീഷൻ പോയിൻ്റ് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി എ പോയിൻ്റ് ദാറ്റ് lies close to x of I-1 such that delta Xi എന്തായാലും ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കണം. സോ അടുത്ത പോയിൻ്റ് എവിടെ ചൂസ് ചെയ്യണം, Xi മൈനസ് X of I-1 ഡെൽറ്റേനേക്കാളും താഴെയാവുന്ന രീതിയിൽ വേണം നമുക്ക് അടുത്ത പാർട്ടീഷൻ പോയിൻ്റ് യൂസ് ചെയ്യാൻ. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കിക്കോളൂ കേട്ടോ. സോ ഈച്ച് UJ പിയിലുണ്ടാവണം, ഈച്ച് VJ പിയിലുണ്ടാവണം. നോ പോയിൻറ്റ് ഓപ്പൺ ലെവൽ UJ VJ ആകത്തൊരു പോയിൻ്റ് പോലും പാർട്ടീഷൻ പോയിൻ്റ് ആവരുത്. ഇഫ് Xi-1 UJ അല്ലെങ്കിൽ, ഓക്കെ. സോ UJ അല്ല, വേറൊരു പോയിൻ്റ് നമ്മൾ പറഞ്ഞ UJകളല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ പാർട്ടീഷൻ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പോയിൻ്റ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, യു ഹാവ് ടു ചൂസ് ദി നെക്സ്റ്റ് വൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദിസ് കണ്ടീഷൻ ഹോൾഡ്സ്. ഡെൽറ്റ Xi മസ്റ്റ് ബി ലെസ് ദാൻ ഡെൽറ്റ. ഓക്കെ, ഈ ഡെൽറ്റ മുന്നേ ഇവിടെ ഉപയോഗിച്ചേക്കണേ നമ്മുടെ യൂണിഫോം കണ്ടിന്യൂറ്റിയിൽ. അത് എപ്പോഴൊക്കെ ഉണ്ടോ, അത് ഉപയോഗിച്ചിട്ട് ഉണ്ടോ, എപ്പോഴൊക്കെ നമുക്ക് K എന്നുള്ള K എങ്ങനെ കിട്ടിയിരിക്കുന്നത്, ആ UJ VJ എന്നുള്ളത് ഓപ്പൺ ലെവൽ AB എടുത്തു. ഓപ്പൺ ലെവൽ ABയുടെ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഓപ്പൺ UJ VJs കളഞ്ഞു അല്ലേ. ബാക്കി നമുക്ക് കുറേ ക്ലോസ് ഇൻ്റർവെലുകളുടെ യൂണിയൻ ആയിട്ടുള്ള സെറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്താണ് എപ്പോഴെങ്കിലും SMT നമ്മൾ ദൂരം ലെസ് ദാൻ ഡെൽറ്റയാണ്, അപ്പോഴൊക്കെ FS മൈനസ് FT ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇതേ സെയിം ഡെൽറ്റയാണ് ഇവിടെ കാണുന്ന, ഇതേ ഡെൽറ്റ തന്നെയാണ് നമ്മൾ അവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് അവസാനം അവിടെ പ്രൂഫിൽ ആവശ്യം വരുന്ന ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, നോക്കുക, മോഡ് f(x) ലെസ് ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ M ആണ്, ബിക്കോസ് FS ബൗണ്ടഡ് നമുക്കറിയാം. ദാറ്റ് ഇസ് മൈനസ് M ലെസ് ദാൻ ഓർ ഈക്വൽ ടു f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു capital M for every x. Now if mi and small mi and capital Mi are the bounds of f and x, ഓരോ കുഞ്ഞ് സബ് ഇൻ്റർവെലുകൾ നമ്മൾ പാർട്ടീഷൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാ സബ് ഇൻ്റർവെലുകളും നമുക്ക് ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കും. സോ അതിൽ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സോ ഇഫ് സ്മോൾ mi ആൻഡ് ക്യാപിറ്റൽ Mi ആർ ദ ബൗണ്ട്സ് ഓഫ് f and xi minus 1, xi, ദെൻ ഉറപ്പായിട്ട് എന്താവും, ഈ ഫംഗ്ഷൻ ഉറപ്പായിട്ട് -m ആണ് ഏറ്റവും ചെറിയ വാല്യൂ പറഞ്ഞത്. നമ്മൾ xi മൈനസ് xi എന്ന് പറഞ്ഞാൽ സബ് ഇൻ്റർവെലുകളുടെ കാര്യങ്ങളാണ്. സോ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ പറയാൻ പറ്റുമല്ലോ. സോ മറ്റേത് ഇൻഫീമം ആണല്ലോ. -m എന്ന് പറയുന്നത് ലോവർ ബൗണ്ടാണ്. ഈ mi എന്ന് പറഞ്ഞാൽ എന്താ, സബ് ഇൻ്റർവെലിലെ മിനിമം ആണ്. സോ ഓട്ടോമാറ്റിക്കലി -m will be less than or equal to small mi, but small mi will be less than or equal to capital Mi because അത് മാക്സിമം വാല്യൂ ആണ്. ഈ ക്യാപിറ്റൽ Mi എന്ന് പറഞ്ഞാൽ ith സബ് ഇൻ്റർവെലിൻ്റെ മാക്സിമം ആണ്. സോ ഫംഗ്ഷൻ്റെ ടോട്ടൽ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നതിനേക്കാളും വലുതായിരിക്കും. സോ ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ M for every i. സോ ദിസ് റിലേഷൻ ഇസ് ട്രൂ. ദിസ് മീൻസ് വാട്ട്, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, സോ വി ഹാവ് ദിസ് റിലേഷൻ. നൗ ദിസ് മീൻസ് ക്യാപിറ്റൽ Mi മൈനസ്, ഇപ്പോൾ നോക്കി, ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് 4 പോയിൻറ്റ്സ് ഉണ്ട്, 1 2 3 4 അല്ലേ, mi സ്മോൾ mi മൈനസ് M. അപ്പോൾ ഉറപ്പായിട്ടും ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു
അറ്റത്തുള്ള രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അകത്തുള്ള രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസിനേക്കാളും വലുതായിരിക്കുമല്ലോ. അതിനോട് പറയുന്നുള്ളൂ. ദാറ്റ് ഇസ് ക്യാപിറ്റൽ എം മൈനസ് ക്യാപിറ്റൽ എം, അതാണ് 2m. that will be greater than mi minus small mi for every i. So we have this result. ഇത് നമുക്ക് അവിടെ കിട്ടും. if xi minus 1, if x of i minus 1 uj അല്ല, അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് എന്തറിയാം, ദെൻ ഡെൽറ്റ എക്സ് ഐ ലെസ് ദെൻ ഡെൽറ്റ ആണെന്നറിയാം. അപ്പോൾ ഡെൽറ്റ ഇനി യു ജെകളല്ലാത്ത ഈ പാർട്ടീഷൻ പോയിൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എക്സ് ഐ മൈനസ് വൺ യു ജി അല്ലെങ്കിൽ എക്സ് ഐ വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഡെൽറ്റ എക്സ് ഐ ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പോൾ ആ കേസിലൊക്കെ കറസ്പോണ്ടിങ് എഫുകൾ അല്ലേ, ആ ഇൻ്റർവലിൻ്റെ ലെങ്ത് തന്നെ ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും ഇമേജുകളുടെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും ബൈ ദി യൂണിഫോം കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓൺ കെ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എം ഐ സ്മോൾ എം ഐ എന്ന് പറഞ്ഞാൽ എന്താ, അത് എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ സുപ്രീമോ അല്ലെങ്കിൽ മാക്സിമവും മിനിമവും ആണ്. ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും ലെസ് ദാൻ എപ്സിലോൺ ആയിക്കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ മാക്സിമം അറ്റൈൻ ചെയ്യും, മിനിമം അറ്റൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ എന്ത് തന്നെയായിരിക്കും ലെസ് ദാൻ എപ്സിലോൺ ആയിക്കോളും. അത് നമ്മുടെ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനാണ് വരുന്നത്. സോ ഫ്രം ബി എന്ന് പറഞ്ഞോളൂ, അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ നോക്കൂ. സോ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ഇസ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n. നമുക്ക് n സെഗ്മെൻറ്റ്സ് ഉള്ള ക്യാപിറ്റൽ എം എം മൈനസ് സ്മോൾ എം ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ആയി. ഇത് നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. എന്ത് തിരിക്കണേ, യു ജെ എക്സ് ഐ മൈനസ് 1 ആയിട്ടുള്ള പാർട്ടീഷൻ പോയിൻറ്റ്സ് ഉണ്ടാവും, യു ജെ എക്സ് ഐ മൈനസ് 1 ആയിട്ടല്ലാത്ത പാർട്ടീഷൻ പോയിൻറ്റ്സ് ഉണ്ടാവും. ഉണ്ടോ, അങ്ങനെ നമ്മൾ തിരിക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് 1 സിഗ്മ ഓവർ എക്സ് ഐ മൈനസ് 1 ഈക്വൽ ടു യു ജെകൾ എക്സ് ഐ മൈനസ് 1 ആയിട്ടുള്ള പാർട്ടീഷനിലുള്ള നമ്മുടെ ഈ സമ്മ് കൺസിഡർ ചെയ്യാം. ഏതൊക്കെ പോയിന്റിലാണോ എക്സ് ഐ മൈനസ് യു ജി ആയിട്ടുള്ള അവിടുത്തെ കറസ്പോണ്ടിങ് ഈ ഒരു ടേം കൺസിഡർ ചെയ്യണു, പ്ലസ് അല്ലാത്ത കേസിലുള്ള ടേം കൺസിഡർ ചെയ്യണം. ഇങ്ങനെ രണ്ടായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. ഇനി എക്സ് ഐ മൈനസ് യു ജി ആണെങ്കിൽ നമ്മൾക്ക് അവിടെ കിട്ടിയത് എന്താ, ഉറപ്പായിട്ടും ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് ദാറ്റ് ഈസ് ലെസ് ദാൻ 2m. നമ്മൾ മുകളിൽ കണ്ടുവച്ചായിരുന്നല്ലേ അത് എല്ലാത്തിനും ട്രൂ ആണ്. പക്ഷെ നമ്മളിവിടെ കണ്ടോ, നമ്മൾ വി ആർ യൂസിങ് ദിസ് പെർട്ടിക്കുലർ തിങ്, ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 2m എന്ന് പറഞ്ഞ് എഴുതും. ഇവിടെ എക്സ് ഐ മൈനസ് 1 യു ജി ആയിട്ട് വരുവാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ വിൽ യൂസ് 2m. ഇനി അല്ലാത്ത കേസിലാണെങ്കിൽ എന്താ, ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ എന്നുള്ളത് കണ്ടോ, ഇവിടെ കണ്ടോ, ഡി പാർട്ട് ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ വി യൂസ് എപ്സിലോൺ. ഓക്കെ, സോ ഇവിടെ ഈ കേസ് 2m ആണ്. 2m എന്നുള്ളത് കോൺസ്റ്റൻറ്റ് പോലെയാണ്. സോ നമ്മൾ എന്ത് ചെയ്തത്, സിഗ്മയുടെ പുറത്തേക്ക് എടുക്കും. അപ്പുറത്ത് നമുക്ക് എപ്സിലോൺ ഉണ്ട്, എപ്സിലോൺ നമുക്ക് എന്ത് കോമണായി പുറത്തേക്ക് എടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടി, 2m ഇൻറ്റു സിഗ്മ എക്സ് ഐ മൈനസ് 1 ഈക്വൽ ടു യു ജെ ഡെൽറ്റ ആൽഫ ഐ പ്ലസ് എപ്സിലോൺ ഇൻറ്റു സിഗ്മ എക്സ് ഐ മൈനസ് 1 നോട്ട് ഈക്വൽ ടു യു ജെ ഡെൽറ്റ ആൽഫ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഡെൽറ്റ എക്സ് ഐ മൈനസ് 1 യു ജെ ആണ്. എക്സ് ഐ മൈനസ് 1 യു ജെ ആണെങ്കിൽ എക്സ് ഐ എന്തായിരിക്കും, വി ജെ ആയിരിക്കും. ശരിയല്ലേ? ഇനി ഈ കേസിലാണ് പറയുന്നത് കേട്ടോ, ഈ കേസിൽ ഇനി ഇതാണ് ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ എക്സ് ഐ മൈനസ് 1 യു ജെ ആണെങ്കിൽ എക്സ് ഐ വി ജെ ആയിരിക്കും. ഞാൻ തൊട്ടടുത്ത പോയിൻ്റ് ആണല്ലോ, പാർട്ടീഷൻ പോയിൻ്റ് ആണല്ലോ. അപ്പോൾ ആ പോയിൻറ്റുകളുടെയൊക്കെ ആൽഫ വി ജെ മൈനസ് ആൽഫ യു ജെ അതിൻ്റെ സമ്മ് എന്താണെന്ന് പറഞ്ഞേക്കണം. നമ്മൾ ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടക്കത്തിൽ എടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗം. ഐ ജസ്റ്റ് ഷോ യു ദാറ്റ്. നമ്മൾ അത് അങ്ങനെ പറഞ്ഞിട്ട് എടുത്ത് ഇതാണ് നമ്മൾ ഈ എ എന്നുള്ള കണ്ടീഷനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ കവർ ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, സം ഓഫ് കറസ്പോണ്ടിങ് ഡിഫറൻസസ് ആൽഫ വി ജെ മൈനസ് ആൽഫ വി ജെ ലെസ് ദാൻ എപ്സിലോൺ ആവണമെന്ന്, ആൽഫ വി വൺ മൈനസ് ആൽഫ യു വൺ പ്ലസ് ആൽഫ വി ടു മൈനസ് ആൽഫ ടു എക്സെട്ര പ്ലസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റുകളുടെ ആൽഫ വി ഐ മൈനസ് ആൽഫ യു ഐ എന്താണ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു. ഇതാണ് അവിടെ ഉപയോഗിക്കുന്നത്, ഇതാണ് നമ്മളിപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ ഒരു ടേം ലെസ് ദാൻ എപ്സിലോൺ കിട്ടി കണ്ടോ. അപ്പോൾ 2m എപ്സിലോൺ ഇവിടെ നമ്മൾ ഒന്നുകൂടെ ഈ ലെസ് ദാൻ ഇവിടെ വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ലെസ് ദാൻ. ഇനി സെക്കൻഡ് ടേമിൽ എപ്സിലോൺ ഉണ്ട്. ഓക്കെ, ഇനി എക്സ് ഐ മൈനസ് 1 നോട്ട് ഈക്വൽ ടു യു ജെ ഡെൽറ്റ ആൽഫ. അപ്പോൾ യു ജെ അല്ലാത്ത പാർട്ടീഷൻ പോയിൻറ്റ്സ് ഉണ്ട് വിചാരിക്കുക.
ഓക്കെ, അപ്പോൾ നമുക്കെന്തുണ്ട് അങ്ങനെ കുറച്ചുണ്ട്. നമ്മൾ ഈ കാണുന്ന ആൽഫ ഓഫ് പി മൈനസ് ആൽഫ എഫ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ എൻറ്റയർ ഇൻ്റർവെല്ലിനെ നമുക്ക് ഇപ്പോൾ x0 x1 എക്സെട്ര എക്സ് എന്ന് തിരിക്കുകയാണ്, x2. ഇവിടുത്തെ ആൽഫ ഓഫ് എക്സ് എൻ മൈനസ് ആൽഫ ഓഫ് x0, ആൽഫ ഓഫ് x2 മൈനസ് ആൽഫ ഓഫ് എക്സ് എൻ, നമ്മളെല്ലാം കൂടെ കൂട്ടിയാൽ തന്നെ മാക്സിമം വരാൻ പോകുന്നത് മോഡ് ഓഫ് ആൽഫ ഓഫ് പി മൈനസ് ആൽഫ ഓഫ് എ അല്ലേ. ഇത്ര പോലും ശരിക്കും വരില്ല. അതായത് ഈ ക്വാണ്ടിറ്റി ഇത്ര പോലും വരില്ല. ഇത് ഇതിനേക്കാൾ ഒത്തിരി ഈ എക്സ് മൈനസ് 1 നോട്ടിക്കൽ യൂസ് ഡെൽറ്റ ആൽഫ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആൽഫ ഓഫ് പി മൈനസ് ആൽഫേനേക്കാൾ ഒത്തിരി ചെറുതാണ്. മാക്സിമം ആണല്ലോ ആൽഫ ഓഫ് പി മൈനസ് ആൽഫ എഫ് വരുന്നത്. സോ നമ്മൾ ആ മാക്സിമം പോസിബിൾ ആയിട്ട് കിട്ടുന്ന വാല്യൂ കൊണ്ട് അവിടെ റിപ്ലേസ് ചെയ്യുക. അതാണ് അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ വി ഹാവ് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എന്ത് കിട്ടി നമുക്കിപ്പോൾ 2m എപ്സിലോൺ പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ അല്ല എപ്സിലോൺ ഇൻറ്റു ആൽഫ ഓഫ് പി മൈനസ് ആൽഫ ഓഫ് എന്ന് കിട്ടി. That is, you take epsilon common outside. That is that less than epsilon into 2m plus alpha of p minus alpha of എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് കിട്ടിയത് എന്താ, യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു 2m പ്ലസ് ആൽഫ ഓഫ് പി മൈനസ് ആൽഫ ഓഫ് എന്ന് കിട്ടി. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, കാരണം ആൽഫ ഓഫ് പി മൈനസ് ആൽഫ ഓഫ് എന്തായാലും പോസിറ്റീവാണ്, 2m എന്തായാലും പോസിറ്റീവാണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് നമ്പറാണ്. ഇവിടെ എപ്സിലോൺ എന്നുള്ള ക്വാണ്ടിറ്റി എത്ര പോലും ചെറുതാക്കാൻ പറ്റും. യു കീപ്പ് ഓൺ ഡിക്രീസിങ് ദ വാല്യൂ ഓഫ് എപ്സിലോൺ. അപ്പോൾ ഈ എപ്സിലോൺ എത്ര പോലും ചെറുതാക്കാൻ പറ്റുമെന്ന് പറയാനകത്ത് എന്താ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു പി എഫ് ആൽഫ ആൻഡ് എൽ പി എഫ് ആൽഫ ക്യാൻ ബി മെയ്ഡ് വെരി 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 സ്മോൾ. സോ സിൻസ് എപ്സിലോൺ ഈസ് ഗ്രീറ്റർ ദാൻ 0 ആൻഡ് ഓൾസോ സിൻസ് ഇറ്റ് ഈസ് ആർബിട്രറി, ഇറ്റ് ഫോളോസ് ദാറ്റ് എഫ് ബിലോങ് ടു ആർ ഓഫ് ആൽഫ. നമുക്ക് എത്ര പോലും ചെറുതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ യു പി എഫ് ആൽഫ നമുക്കിപ്പോൾ ഒരു പാർട്ടീഷൻ കിട്ടി, പി സെസ് ദാറ്റ് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ഇസ് ലെസ് ദാൻ എപ്സിലോൺ. Therefore, this follows that f is Riemann-Stieltjes integrable. Okay, by the Riemann criteria for integrability. By the Riemann criteria for integrability, നമുക്ക് എന്ത് കിട്ടി, എഫ് എസ് Riemann-Stieltjes integrable എന്ന് കിട്ടി. ഓക്കെ, നമ്മളെ പ്രൂഫ് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ വേറെ എക്സ്ട്രാ അഡീഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വെറുതെ വായിച്ച് നോക്കിക്കോളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ പ്രൂഫ് മനസ്സിലാവേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒരു തിയറത്തിലേക്ക് പോകാം. 6.11. Suppose f belong to R of alpha on AB and small m less than or equal to f of x less than or equal to capital M. Okay, now phi is continuous on mm. Okay, അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ കോമ്പോസിഷൻ ഫംഗ്ഷൻ ആൻഡ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ക്ലോസ് ഇൻ്റർവൽ എ ബി, ദെൻ എച്ച് ഇസ് Riemann-Stieltjes ഇൻ്റർവൽ ഓവർ എ ബി എന്നാണ് കാണിക്കണം. സോ എഫ് ആർ ഓഫ് ആൽഫയിൽ നമുക്ക് തന്നിട്ടുണ്ട് ക്ലോസ് ലെവൽ എ ബിയിൽ. ഓക്കെ, അപ്പോൾ എഫ് ബൗണ്ടഡ് ആകുമ്പോൾ എഫിൻ്റെ മിനിമം വാല്യൂ, എഫിൻ്റെ ഇൻ്റർവൽ എ ബിയിലുള്ള മിനിമം വാല്യൂ ആണ് സ്മോൾ എം, അല്ലെ മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എം. ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് തന്നിട്ടുണ്ടെന്ന് മാത്രം. ഇനി എഫിൻ്റെ റേഞ്ചിൽ എഫ് എ ബിയിൽ നിന്ന് ഇപ്പം എന്തായി, എം കോമ ക്യാപിറ്റൽ എം എന്നുള്ള ഒരു ഇൻ്റർവെല്ലിലേക്കുള്ള ഫംഗ്ഷനാണല്ലേ. ഇങ്ങനെയാണ് ഫംഗ്ഷൻ പോകുന്നത്. ഇവിടെ ഇൻ്റർവെൽ എ ബി ഉണ്ട്. സോ സപ്പോസ് ഇതാണ് നമ്മുടെ എഫ് എന്ന് വിചാരിക്കുക. ഇതാണ് എഫ് എങ്കിൽ എഫ് ഇൻ്റർവൽ എ ബിനെ ഇതുണ്ടോ ഇവിടെ എമ്മും, ഇതാണ് എം എഫിൻ്റെ റേഞ്ച് അല്ലേ, ഈ കാണുന്ന എഫിൻ്റെ റേഞ്ച് ഇവിടെയാണ് എം ക്യാപിറ്റൽ എം ആണ്. ഇവിടെയാണ് ഫൈ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫൈ ഇസ് കണ്ടിന്യൂസ് ഓൺ എം എം, ഫൈ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്ത കോമ്പോസിഷൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എക്സ് വേരി ചെയ്യുന്നത് എ ബിയിലായിരിക്കും, എഫ് ഓഫ് എക്സ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേരി ചെയ്യും, ഇവിടെ ഫൈ വേരി ചെയ്യും. ഫൈയുടെ ഡൊമെയിനാണ് സ്മോൾ എം മുതൽ ക്യാപിറ്റൽ എം വരെയുള്ള ഭാഗം. ഓക്കെ ഫൈൻ. സോ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഓൺ എ ബി. ആ കോമ്പോസിഷൻ ഫംഗ്ഷൻ നമുക്ക് Riemann-Stieltjes ഇന്റർവൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നോക്കൂ, ലെറ്റ് എപ്സിലോൺ ഗ്രീറ്റർ ദാൻ 0 ബി ഗിവൺ. ഓക്കെ, ഫൈ ഇസ് കണ്ടിന്യൂസ് ഓൺ എം എം തന്നിട്ടുണ്ട് അല്ലേ. ഫൈയുടെ കണ്ടിന്യൂറ്റി നോട്ട് ഇസ് ഗിവൺ ദാറ്റ് ഫൈ ഇസ് കണ്ടിന്യൂസ് ഓൺ എം എം തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഓക്കെ, ഫൈ ഇസ് കണ്ടിന്യൂസ് ഓൺ എം എം. അപ്പോൾ എം എം ഒരു ക്ലോസ് ഇൻ്റർവൽ ആയത് കാരണം ഫൈ അവിടെ യൂണിഫോമിൽ കണ്ടിന്യൂസ് ആയിരിക്കും. Therefore we have a delta greater than 0 such that phi of s minus phi of t is less than epsilon, where mod of s minus t less than delta. ഓക്കെ, ഇവിടെ നമ്മൾ യു ടേക്ക് ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ, എപ്സിലോണേക്കാളും ചെറിയൊരു ഡെൽറ്റ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും അങ്ങനെ ഡെൽറ്റ എടുക്കാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഫൈ ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ്. പക്ഷേ ഇവിടെ എസും ടിയും എവിടെ നിന്നാണ് വരുന്നത്, ഫൈയുടെ ഡൊമെയിനിലാണ്. ഫൈ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സ്മോൾ എം കോമ ക്യാപിറ്റൽ എമ്മിൽ നിന്നാണ് എസും ടിയും വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എസ് കോമ ടി ബിലോങ് ടു small m comma capital M. Okay, now given that f is Riemann-Stieltjes integrable, that is, since f belong to R of alpha, we have a partition P equal to നമുക്കൊരു n number of n plus 1 number of partition points ഉണ്ടാവും. അത് നമുക്ക് n segments തരും.
x0 less than x1 is etc. xn equal to b. So we have a partition of AB such that UPF alpha minus LPF alpha is less than delta square. നമുക്ക് ഏതൊരു നമ്പറിനേക്കാളും ചെറുതാക്കാൻ പറ്റും UPF alpha minus LPF alpha എന്നുള്ള ഡിഫറൻസിനെ, provided given that f is Riemann-Stieltjes is integrable. So since f belongs to R of alpha, there is a partition P such that UPF alpha minus LPF alpha is less than delta square. നമ്മൾ എടുത്തിരിക്കുന്ന ആ ചെറിയ നമ്പർ എന്താണ്? ഡെൽറ്റ സ്ക്വയർ ആണ്. അതിനേക്കാളും ചെറിയ, ഇതിൻ്റെ സ്ക്വയറിനേക്കാളും ചെറിയ UPF alpha minus LPF alpha കിട്ടുന്ന രീതിയിൽ പാർട്ടീഷൻ ഉറപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യും. Now let small mi and mi star with the infimum of f and h. അപ്പോൾ എഫ്, ഈ പാർട്ടീഷൻ പോയിന്റുകളിൽ എഫും എന്താ എ ബി എന്നുള്ള ഇൻ്റർവെല്ലിൽ എഫ് ഡിഫൈൻഡ് ആണ്. ഇതേ എ ബി എന്നുള്ള പോയിന്റിൽ എച്ചും ഡിഫൈൻഡ് ആണ്. എച്ചിൻ്റെ ഡൊമൈൻ എച്ച് എന്നുള്ളത് കോമ്പോസിഷൻ ഫംഗ്ഷനാണ്, ഫൈ ഓഫ് എഫ് ഓഫ് എക്സാണ്. അപ്പോൾ ഈ എ ബി എന്നുള്ള ഇൻ്റർവെല്ലിൻ്റെ പാർട്ടീഷൻ പോയിൻറ്റ്സ് ആണ് പി എന്നുള്ള പാർട്ടീഷൻ. അപ്പോൾ ഏതൊരു സബ് ഇൻ്റർവെൽ എടുത്താലും അവിടെ എഫ് എന്നുള്ള ഫംഗ്ഷനും മിനിമം ഉണ്ടാവും, മാക്സിമം ഉണ്ടാവും. അവിടെ നമ്മുടെ എച്ച് എന്നുള്ള കോമ്പോസിഷൻ ഫംഗ്ഷനും മിനിമം മാക്സിമം ഉണ്ടാവും എല്ലാ xi minus xi. Okay, so let small mi and mi star be the infimum of f and h in xi minus n comma xi, and let capital Mi and capital Mi star be the supremum of f and h in xi minus 1 xi. അതങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ നമ്മൾ സ്മോൾ എം ഐ എന്നുള്ളത് എഫിൻ്റെ മിനിമം ഇൻഫിമമാണ്, എം ഐ സ്റ്റാർ എന്നുള്ളത് എച്ചിൻ്റെ ഇൻഫിമമാണ്. അതുപോലെ ക്യാപിറ്റൽ എം ഐ എഫിൻ്റെ മാക്സിമമാണ്, എം ഐ സ്റ്റാർ എന്നുള്ളത് എച്ചിൻ്റെ മാക്സിമമാണ്, സുപ്രീമമാണ്. എവിടുത്തെ ഈ xi minus n comma xi എന്നുള്ള സബ് ഇൻ്റർവെല്ലിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞപ്പോൾ നമുക്ക് n സബ് ഇൻ്റർവെൽസ് കിട്ടിയിട്ടുണ്ട് പാർട്ടീഷൻ പോയിൻറ്റ്സിൽ. ഈ n സബ് ഇൻ്റർവെൽസ് നമ്മൾ 2 ക്ലാസ്സുകളായി തിരിക്കാൻ പോകണം ഇനി. ഓക്കെ, എങ്ങനെയാണ് ആ ക്ലാസ്സുകളെ തിരിക്കുന്നത് നോക്കുക. അപ്പോൾ n സബ് ഇൻ്റർവെൽസ് ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് n സബ് ഇൻ്റർവെൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓരോ സബ് ഇൻ്റർവെല്ലുകളിലും നമുക്ക് എന്തുണ്ട്? സ്മോൾ എം ഐ ഉണ്ട്, ക്യാപിറ്റൽ എം ഐ ഉണ്ട്, സ്മോൾ എം ഐ സ്റ്റാറും ഉണ്ട്, ക്യാപിറ്റൽ എം ഐ സ്റ്റാറും ഉണ്ട്. സോ ഈ എം ഐകളുടെ ക്യാപിറ്റൽ എം ഐ, സ്മോൾ എം ഐ, അവയുടെ ഒരു പ്രോപ്പർട്ടിയുടെ ബേസിലാണ് നമ്മൾ ഈ സബ് ഇൻ്റർവെല്ലുകളെ ഇനി തിരിക്കാൻ പോകുന്നത്. നോക്കുള്ളൂ, 2 ക്ലാസ് എയും ബി ആയിട്ട് തിരിക്കും. എ ഈസ് ഈക്വൽ ടു ഏതൊക്കെ സബ് ഇൻ്റർവെല്ലിലേക്ക്, ഇപ്പോൾ നമ്മൾ നോക്കൂ, ഫസ്റ്റ് സബ് ഇൻ്റർവെൽ എടുത്തു, അതായത് x0 x1 എടുത്തു, നമ്പർ 1. ആ ഫസ്റ്റ് സബ് ഇൻ്റർവെല്ലിലെ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ എം ഐ, അതായത് ക്യാപിറ്റൽ M1 മൈനസ് സ്മോൾ M1 ലെസ് ദാൻ ഡെൽറ്റ ആണോ നോക്കും. ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ആ ഒന്ന് എന്ന് പറഞ്ഞ ആ നമ്പർ എവിടെ ഉണ്ടാവും? ക്യാപിറ്റൽ എയിൽ ഉണ്ടാവും. ഇത് ഫസ്റ്റ് സബ് സെഗ്മെൻറ്റ് ഓഫ് ദ പാർട്ടീഷൻ. ഏതാ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് ദ പാർട്ടീഷൻ. ആ ഫസ്റ്റ് സെഗ്മെൻറ്റിൻ്റെ ഫസ്റ്റാണ് എയിലുണ്ടാവുക. ഇനി രണ്ടാമത്തെ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യും. അവിടുത്തെ ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ലെസ് ദാൻ ഡെൽറ്റ ആണോ? ചിലപ്പോൾ അല്ലായിരിക്കാം, അല്ലെങ്കിൽ അത് എയിൽ വരില്ല, ബിയിലേക്ക് പോകും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളവിടെ ക്ലാസ്സുകളിലേക്ക് സെഗ്മെൻറ്റുകൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെ 2 ക്ലാസ്സിലായി തിരിക്കുന്നു. എ ഈസ് ഈക്വൽ ടു ദോസ് ഐ ബിലോങ് ടു 1 2 എക്സെട്ര എൻ സച്ച് ദാറ്റ് ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ലെസ് ദാൻ ഡെൽറ്റ, ആൻഡ് ബി ഈക്വൽ ടു ഐ ബിലോങ് ടു 1 2 എക്സെട്ര എൻ സച്ച് ദാറ്റ് ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ. ഇനി എയിൽ നിന്നാണ് ഒരു സെഗ്മെൻറ്റ് വരുന്നതെങ്കിൽ, if I belong to A, then capital M I minus small m I എന്താണ്? ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തേർഡ് സെഗ്മെൻറ്റ്, ഇപ്പോൾ എയിൽ ഒരാളാണെങ്കിൽ തേർഡ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്യാപിറ്റൽ M3 മൈനസ് സ്മോൾ M3 എന്താണ്? ലെസ് ദാൻ ഡെൽറ്റയാണ്. എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവെല്ലിലെ എഫ് എന്നുള്ള ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്താണ്? തമ്മിൽ ദൂരം ലെസ് ദാൻ ഡെൽറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂവും അത് ഉണ്ടാവും. അപ്പോൾ നമുക്ക്, അതായത് ക്യാപിറ്റൽ എം ഐ സ്മോൾ എം ഐ എന്താ? ആ ഇൻ്റർവെല്ലിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം മിനിമം ആണ്. എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവെല്ലിൽ നിന്ന് എന്താണ്? എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണല്ലോ എല്ലാ ഇൻ്റർവെല്ലുകളിലും. അപ്പോൾ മാക്സിമം മിനിമം ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ നിന്ന് ഏതൊക്കെ 2 പോയിൻ്റ് എക്സും വൈ എടുത്തു കഴിഞ്ഞാലും അവ തമ്മിലും എന്തുണ്ടാവും? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ എന്താവും? ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കുമല്ലോ. മനസ്സിലായോ? നമുക്കൊരു ഇൻ്റർവെൽ സെഗ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൽ നിന്ന് എഫ് എന്നുള്ള ഫംഗ്ഷൻ നമുക്കിവിടെ, ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ഐ മൈനസ് 1 എക്സ് ഐ വിചാരിക്കുക. ഇവിടുത്തെ മാക്സിമം മിനിമം ആണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും ആയിട്ടും വരുന്നുണ്ടാവുക. ഇവിടുത്തെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നൊരു ഫംഗ്ഷൻ സപ്പോസ് ഇങ്ങനെയാണ് വിചാരിക്കും. ഇതാണ് നമ്മുടെ സ്മോൾ എം ഐ, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതാണ് ക്യാപിറ്റൽ എം. ഈ സെഗ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നത്. ഇങ്ങനെ വന്നു കണ്ടോ?
അതായത് ഇവിടെ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഇവിടെ എന്താണ് ലെസ് ദാൻ ഡെൽറ്റയാണെന്നാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. ഇത് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ നമ്മുടെ ഫൈ എന്നുള്ള ഫംഗ്ഷൻ യൂണിഫോം കണ്ടിന്യൂറ്റി പ്രകാരം ഇതിൻ്റെ അകത്ത് മൊത്തം തന്നെ ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് 2 പോയിൻ്റ് എടുത്താലും അവരും എന്ത് തന്നെയായിരിക്കും. ഇവിടെ ഇതിനകത്ത് ഏത് 2 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏത് 2 പോയിൻ്റ് എന്ന് പറഞ്ഞാലും അതൊക്കെ എഫ് ഓഫ് എക്സ് എഫ് ഐകളായിരിക്കും. ഫോർ എക്സ് കോമ വൈ കമ്മിങ് ഫ്രം എക്സ് ഐ മൈനസ് എൻ ആൻഡ് എക്സ് ഐ. ഓക്കെ, അവ തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. സോ അവയുടെ ഇമേജ് തമ്മിലുള്ള ഡിഫറൻസോ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അത് യൂണിഫോം കണ്ടിന്യൂറ്റി ഓഫ് ഫൈ. Okay, I hope it's clear. So if I belong to A, then capital M I minus small m I is less than delta. Therefore, f of x minus f of y is less than delta for every x comma y, coming from xi minus m comma xi. Now this implies that phi of f of x minus phi of f of xy is less than epsilon for every x comma y coming from xi minus m comma xi. ഇതാണ് നമ്മൾ phi എന്നുള്ള ഫംഗ്ഷൻ്റെ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരമാണ് ചെയ്തത്. What is phi of f of x? That is h of x minus h of y is less than epsilon whenever x comma y belong to the ith subinterval. Okay, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ, അപ്പോൾ ith subintervalൽ നിന്ന് ഏതൊക്കെ എക്സും വൈ എടുത്തു കഴിഞ്ഞാലും എന്താണ് h of x minus h of y less than epsilon ആണ് എന്ന് പറഞ്ഞാൽ ith subintervalൽ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എടുക്കാമല്ലോ. കാരണം മൊത്തത്തിൽ അങ്ങനെയാണല്ലോ വരുന്നത്. ഇൻ്റർവൽ തന്നെ അങ്ങനെ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെ എക്സുമായി എടുത്താലും ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ ith സബ് ഇൻ്റർവലിൽ ക്യാപിറ്റൽ എം ഐ സ്റ്റാറും മാക്സിമം ആയിട്ടുള്ള എം ഐ സ്റ്റാറും സ്മോൾ എം ഐ സ്റ്റാറും തമ്മിൽ ഡിഫറൻസ് എന്തായിരിക്കും, ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും ഫോർ എവറി ഐ കമ്മിങ് ഫ്രം എ. ഓക്കെ സോ നമുക്കിത് കിട്ടി. അത് നമുക്കിപ്പോൾ ചെയ്തത് ഇഫ് ഐ ഈസ് കമ്മിങ് ഫ്രം എ വി ഷോഡ് ദാറ്റ് ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി ഐ കമ്മിങ് ഫ്രം എ. ഇനി let k is equal to, so k phi എന്നുള്ള ഫംഗ്ഷൻ എന്താണ്, phi എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ സ്മോൾ എം ക്യാപിറ്റൽ എം. So phi is a function defined on the interval. ഈ ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് എഫിൻ്റെ റേഞ്ചിൽ ഈ സ്മോൾ എം ക്യാപിറ്റലും ഒരു ക്ലോസ്ഡ് ഇൻ്റർവെലാണ്. phi കണ്ടിന്യൂസ് ആയതുകൊണ്ട് phi എന്നുള്ള ഫംഗ്ഷൻ ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ആ ബൗണ്ട് ഉറപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതാണ് നമ്മളിവിടെ k എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, so k is equal to supreme phi of t where t coming from small m capital M. So bound ആയ then we can write minus k less than equal to phi of t less than equal to k എന്ന് എഴുതാം. ഓക്കെ, this is okay. Now t എന്താ എം കോമ എമ്മിലെ മെമ്പർ ആകുമ്പോൾ അതൊരു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ബിക്കോസ് എഫിൻ്റെ റേഞ്ചിലാണല്ലോ ഫൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ സ്മോൾ എം കോമ ക്യാപിറ്റൽ എമ്മിലെ പോയിന്റ് ആയ സമയം എഫ് ഓഫ് എക്സ് ഫോമിൽ കിടക്കുന്നുണ്ടാവുക അവർ എക്സ് കമ്മിങ് ഫ്രം എ ബി. സോ therefore minus k less than equal to phi of f of x less than equal to k for x coming from a b. Now phi of f of x is h of x, that is minus k less than equal to h of x less than equal to k. Okay, and from that നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, മൈനസ് കെ ലെസ് ദാൻ ഈക്വൽ ടു സ്മോൾ എം ഐ സ്റ്റാർ ലെസ് ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഐ സ്റ്റാർ എന്ന് പറയാൻ പറ്റുമല്ലോ. ഉറപ്പായിട്ടും പറയാൻ പറ്റും. ബിക്കോസ് എച്ച് ഓഫ് എക്സ് എന്നുള്ള ഇത് വരുന്നത് ഒരു ith സബ് ഇൻ്റർവെലിൽ നിന്നായിരിക്കും. ഈ എക്സ് വരുന്നത് ഒരു ith സബ് ഇൻ്റർവെലിലെ ഏതെങ്കിലും ith സബ് ഇൻ്റർവെലിലെ പോയിൻ്റ് ആയിരിക്കും. ആ സബ് ഇൻ്റർവെലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മിനിമം വാല്യൂ ആണ് സ്മോൾ എം ഐ സ്റ്റാർ, അവിടുത്തെ മാക്സിമം വാല്യൂ ആണ് ക്യാപിറ്റൽ എം ഐ സ്റ്റാർ. പക്ഷേ മൈനസ് കെയും പ്ലസ് കെയും ഫൈ എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ തന്നെ ബൗണ്ടുകളാണ്. സോ ഉറപ്പായിട്ട് മൈനസ് കെ വിൽ ബി ലെസ് ദാൻ ഈക്വൽ ടു സ്മോൾ എം ഐ സ്റ്റാർ ലെസ് ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഐ സ്റ്റാർ ലെസ് ദാൻ ഈക്വൽ ടു കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറയാറുള്ളതാണ് 4 പോയിൻറ്റ്സ് ഉണ്ട്. സോ അറ്റത്തുള്ള 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇടയിലുള്ള പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനേക്കാളും വലുതായിരിക്കും. ദാറ്റ് ഈസ് അറ്റ് ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2k ഫോർ എവറി ഐ. സോ വി ഹാവ് ദിസ് പർട്ടിക്കുലർ റിസൾട്ട്. ഇത് നമുക്ക് അവസാനത്തെ യു പി എച്ച് ആൽഫ മൈനസ് എൽ പി എച്ച് ആൽഫ കണ്ടുപിടിക്കാൻ നേരത്തെ ഉപയോഗിക്കാനാണ് ഇതൊക്കെ മുന്നേ കണ്ടുപിടിച്ച് വെക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഫോർ ഐ ബിലോങ് ടു എ വി ഹാവ് ക്യാപിറ്റൽ എം ഐ സ്റ്റാർ മൈനസ് സ്മോൾ എം ഐ സ്റ്റാർ ലെസ് ദാൻ ഈക്വൽ ടു 2k എന്ന് കിട്ടി. ലെറ്റ് ഐ ബിലോങ് ടു ബി. ബിയിലാണെങ്കിൽ അതിനർത്ഥം എന്താ, ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡെൽറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ. ഒന്ന് തിരിച്ചെഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ദെർഫോർ ഡെൽറ്റ ഇൻറ്റു ക്യാപിറ്റൽ ഡെൽറ്റ ആൽഫ ഐ, നമ്മൾ ഡെൽറ്റ ആൽഫ ഐ വെച്ച് 2 സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ. ഓക്കെ, ഇനി സമ്മേഷൻ എടുക്കുകയാണ്. ഇങ്ങനെ ഫോർ ഐ ബിലോങ് ടു ബി എടുത്തേക്കുന്നത്. സോ എല്ലാ ഫോർ ഐ കമ്മിങ് ഫ്രം ബി എടുക്കുക. അങ്ങനെയുള്ള എല്ലാത്തിനും ഡെൽറ്റ, അതായത് ബിയിലുള്ള എല്ലാ ഐകൾക്കും ഈ റിലേഷൻ ട്രൂ ആണ്. ഇത് എഴുതിയെടുക്കുക. അതെല്ലാം കൂടെ തമ്മിൽ കൂട്ടുക.
So delta into sigma I belong to B delta alpha I will be less than sigma I belong to B capital M I minus small m I delta alpha I. Now that is less than or equal to, ഇവിടെ ഐ ബിലോങ് ടു ബി എടുത്തിട്ടുള്ളൂ, അപ്പോൾ എയിലുള്ള പാർട്ടി സെഗ്മെൻറ്റ്സ് എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ അതും കൂടെ കൊടുക്കുകയാണ്, മാക്സിമം പോസിബിലിറ്റി നോക്കുകയാണ്. മാക്സിമം പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ബി അല്ല, എല്ലാം കൂടെ കൊടുത്തു. ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഡെൽറ്റ ആൽഫ എന്ന് കൊടുത്തു. അതായത് ഈക്വൽ 1 to n ക്യാപിറ്റൽ എം ഐ സ്മോൾ എം ഐ ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ യു പി എഫ് ആൽഫ മൈനസ് എൽ ബി എഫ് ആൽഫ അല്ലേ. ഇതാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ആർ എച്ച് എസിന് വരാൻ പോകുന്ന ഏറ്റവും വലിയ പോസിബിലിറ്റിയാണ് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ. ഓക്കെ, എന്തായാലും ഇവിടെ ലെസ് ദാൻ ആണ്. ഇപ്പോൾ ആർ എച്ച് എസ് വലുതായിക്കൊണ്ടിരിക്കുക ചെയ്യേണ്ടത്. സോ ഇത് വന്നു. പക്ഷേ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ നമ്മൾ എത്തിക്കുന്നത് ബിക്കോസ് ഗിവൺ ദാറ്റ് എഫ് ബിലോങ് ടു ആർ എഫ് ആൽഫ തന്നിട്ടുണ്ട്. നമുക്ക് കാണിക്കേണ്ടത് എച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് ആണ്. നമുക്ക് എന്ത് കാണിക്കേണ്ടത്? ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആർ എഫ് ആൽഫ എന്ന് പ്രൂവ് ചെയ്യണം. ഗിവൺ ദാറ്റ് എഫ് ഇസ് റീമാൻ സ്റ്റിൽ ഇൻ്റഗ്രബിൾ. സെഫിൻ്റെ റീമാൻഡബിലിറ്റി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എത്ര ചെറുതുകളാക്കാൻ പറ്റും? സോ ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ ഇഫ് ഐ ബിലോങ് ടു ബി ദെൻ നമ്മുടെ എൽ എച്ച് എസ് ഡെൽറ്റ ഇൻറ്റു നമ്മുടെ എൽ എച്ച് എസ് ആയിട്ടുള്ള ഡെൽറ്റ ദിസ് വൺ ഡെൽറ്റ ഇൻറ്റു സിഗ്മ ഐ ബിലോങ് ടു ബി ഡെൽറ്റ ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ. ഓക്കെ, അവിടെ നമുക്ക് ഇവിടെ ഒരു ഡെൽറ്റയുണ്ട്, ഇവിടെ ഒരു ഡെൽറ്റ ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് സിഗ്മ ഐ ബിലോങ് ടു ബി ഡെൽറ്റ ആൽഫ ലെസ് ദാൻ ഡെൽറ്റ ഇഫ് ഐ ബിലോങ് ടു ബി എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 5 കിട്ടി. ഇനി നമ്മൾ യു പി എച്ച് ആൽഫ മൈനസ് യു എൽ പി എച്ച് ആൽഫ നോക്കുക. സോ യു പി എച്ച് ആൽഫ മൈനസ് എൽ പി എച്ച് ആൽഫ ഇസ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n നമ്മുടെ മാക്സിമം മിനിമം എം ഐ സ്റ്റാർ ആണ്. സോ ക്യാപിറ്റൽ എം ഐ സ്റ്റാർ മൈനസ് സ്മോൾ എം ഐ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ. അത് നമ്മുടെ രണ്ട് ക്ലാസ് എത്തിയിരിക്കുന്നു. ഐ ബിലോങ് ടു എ എം ഐ സ്റ്റാർ മൈനസ് ക്യാപിറ്റൽ സ്മോൾ എം ഐ സ്റ്റാർ ഡെൽറ്റ ആൽഫ ഐ ആൻഡ് സിഗ്മ ഐ ബിലോങ് ടു ബി എം ഐ സ്റ്റാർ മൈനസ് സ്മോൾ എം ഐ സ്റ്റാർ ഡെൽറ്റ ആൽഫ ഐ എന്നാക്കി. ഐ ബിലോങ് ടു എ ആണെങ്കിൽ for I belong to A capital M I star minus small m I star നമുക്ക് ഈ ഡിഫറൻസ് അല്ലേ നമ്മളത് എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ആക്കി. ബിക്കോസ് നമുക്ക് നേരത്തെ കിട്ടിക്കാണും ക്യാപിറ്റൽ നമ്മൾ ഐ ബിലോങ് ടു എ ക്യാപിറ്റൽ എം ഐ സ്റ്റാർ മൈനസ് സ്മോൾ എം ഐ സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ കിട്ടിയിട്ടുണ്ട്. വി ആർ ആക്ച്വലി യൂസിങ് ദിസ് പർട്ടിക്കുലർ തിങ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 3 ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഫോർ എവറി കമ്മിങ് ഫ്രം എ വി ഹാവ് ദിസ് പർട്ടിക്കുലർ റിസൾട്ട്. ഓക്കെ, അതുപയോഗിച്ച് നമ്മളിവിടെ ലെസ് ദാൻ എപ്സിലോൺ എഴുതി. സോ വി ഹാഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വൺ സിൻസ് ഐ ഈസ് കമ്മിങ് ഫ്രം എ എപ്സിലോൺ അത് കോമണായി പുറത്തേക്ക് എടുത്ത് ബാക്കി എന്നിട്ട് സിഗ്മ ഐ ബിലോങ് ടു ബി ഡെൽറ്റ ആൽഫ ഐ. ഇനി ഐ ബിലോങ് ടു ബി ആണെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്തു? ലെസ് ദാൻ 2k എന്ന് കാണിച്ചായിരുന്നു. ഐ വിൽ ഷോ യു ദാറ്റ്. ഇഫ് ഐ കമ്മിങ് ഫ്രം ബി നമ്മൾ വി ആർ യൂസിങ് ദിസ് വൺ. ഇതാണ് അവിടെ ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ എം എസ് എം സ്മോൾ എം എസ് ലെസ് ദാൻ ഓർ ഈക്വൽ 2k എന്ന് പറഞ്ഞായിരുന്നു. ഫോർ എവറി ഐ കമ്മിങ് ഫ്രം ബി അതാണ് നമ്മളവിടെ ഉപയോഗിച്ചത് കേട്ടോ. ഓക്കെ, സോ 2k ആകുമ്പോൾ അവിടെ ഐ വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. നമ്മളത് കോമൺ ആക്കി എന്തെടുത്തു? അത് പുറത്തേക്ക് മാറ്റി. സോ ഇവിടെ എപ്സിലോൺ പുറത്തേക്ക് എടുത്തു, ഇവിടെ 2k പുറത്തേക്ക് എടുത്തു. ആൻഡ് വി ഹാവ് സിഗ്മ ഐ ബിലോങ് ടു ബി ഡെൽറ്റ ആൽഫ ആൻഡ് സിഗ്മ ഐ ബിലോങ് ടു ബി ഡെൽറ്റ ആൽഫ ഐ. ഓക്കെ, സിഗ്മ ഐ ബിലോങ് ടു എ ഡെൽറ്റ ആൽഫ എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ഏറ്റവും ഈ സിഗ്മ ഡെൽറ്റ ആൽഫ ഐയുടെ മാക്സിമം വാല്യൂ ആണ് ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ. മാക്സിമം വാല്യൂ ആണ്, അതിനേക്കാൾ അപ്പുറത്തേന്ന് പോകാനില്ല. സോ മാക്സിമം പോസിബിൾ വാല്യൂ ഇട്ട് കൊടുത്തു. ഇവിടെ ഐ ബിലോങ് ടു ബി ഡെൽറ്റ ആൽഫ ലെസ് ദാൻ ഡെൽറ്റ നമ്മൾ നേരത്തെ രണ്ട് ഡെൽറ്റയും ക്യാൻസൽ ചെയ്തിട്ട് നമുക്കതിനെ കിട്ടിയിട്ടുണ്ട്. ഫോർ ഐ ബിലോങ് ടു ബി ഇതും എടുത്തു. ഓക്കെ, നമ്മൾ നൗ വി ഹാവ് ചൂസൺ ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ. അങ്ങനെയാണ് നമ്മൾ ആദ്യം എടുത്തേക്കുന്നത്. സോ നമ്മൾ ഇവിടെ ഈ ഡെൽറ്റയ്ക്ക് പകരം എന്തിട്ട് കൊടുക്കും? എപ്സിലോൺ ഇട്ട് കൊടുക്കും. Okay, so u p h alpha and therefore we have u p h alpha minus l p h alpha is less than epsilon into alpha of a minus alpha of a plus 2k epsilon. We have considered this also. ഈ ഡെൽറ്റയ്ക്ക് പകരം നമ്മളിവിടെ എപ്സിലോൺ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വിത്ത് ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ. സോ ഈ ഇനീക്വാളിറ്റിയോടെ ഹോൾഡ് ചെയ്തോളൂ. സോ വി ഹാവ് യു പി എച്ച് ആൽഫ മൈനസ് എൽ പി എച്ച് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ കോമണെ പുറത്തേക്ക് എടുക്കുക ആൽഫ ഓഫ് മൈനസ് ആൽഫ എഫ് പ്ലസ് 2k. സിൻസ് എപ്സിലോൺ ഇസ് എ പോസിറ്റീവ് നമ്പർ ആൻഡ് സിൻസ് ഇറ്റ് ഇസ് ആർബിട്രറി എത്ര പോലും ചെറുതാക്കാൻ പറ്റും ബിക്കോസ് മറ്റൊക്കെ കോൺസ്റ്റൻ്റ് അല്ലേ, എത്രയും ചെറുതാക്കാൻ പറ്റുമല്ലോ. ദാറ്റ് ഈസ് വി ഹാവ് യു പി എച്ച് ആൽഫ മൈനസ് എൽ പി എച്ച് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ. എപ്സിലോൺ വെരി സ്മോൾ ക്വാണ്ടിറ്റി. Okay, therefore we have u p h alpha minus l p h alpha less than epsilon into alpha v minus alpha f a plus 2k ആക്കി. Okay, therefore by the Riemann-Stieltjes integrability criterion we have h belong to r of alpha. ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. Therefore since epsilon is greater than it is arbitrary, h belong to r of alpha എന്ന് പറയാൻ പറ്റും. Therefore the composite phi and f is integrable.
ഓക്കെ. എഫ് റീമാൻ സെൽസിൻ്റെ ഇൻറ്റഗ്രബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ phi of f, where phi is a continuous function, continuous image of a Riemann-Stieltjes integral function is again what? Riemann-Stieltjes integral എന്നാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. phi continuous ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ വിത്ത് ദിസ് നമ്മൾ ഈ പ്രൂഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.